സച്ചിൻ, ഈ സാധാരണഗതിയിൽ നിങ്ങൾ മലയാളത്തിൽ തന്ത്രങ്ങൾ പറയും, മറ്റ് ടീമുകൾക്ക് ആളെ മനസ്സിലാവില്ല. പക്ഷെ ഇത് അങ്ങനെ പറ്റില്ല. കരുൺ അപ്പം തന്നെ അത് പിടിച്ചെടുത്ത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അതെ അതെ, കാരണം നമ്മള് കുറച്ച് മിസ്സാണ്. ഈ കരുൺ നമുക്കും കളിക്കേണ്ട ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ വെറുതേക്ക് പോയി. ബട്ട് സ്റ്റിൽ നമ്മള് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അപ്പം കർണാടക കളിക്കുമ്പോഴും നമ്മൾ ആ ഒരു കോമ്പറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിലും കരുൺ അപ്പുറത്തെ ടീമിലുള്ളത്, കാരണം അതല്ലോ മലയാളം സംസാരിക്കുമ്പോഴത്തേക്ക് എവിടെ പുറത്ത് മലയാളത്തിൽ സംസാരിക്കുമ്പോഴും ആ ഒരു രസമാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു മാച്ചിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും നമ്മുടെ പയ്യനല്ലേ, അവനൊന്ന് തിരിച്ച് പറഞ്ഞു കൊടുക്കില്ല. കേരള ടീം വലിയ പ്രതീക്ഷയിലാണ്. ഒപ്പം തന്നെ വിദർഭയും വലിയ പ്രതീക്ഷയിലാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു മൈതാനമാണ് വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയം നാഗ്പൂരിൽ. ഇപ്പോൾ നമുക്കൊപ്പം രണ്ട് മലയാളികൾ ചേരുകയാണ്. ഒന്ന് നമ്മുടെ നായകൻ സച്ചിൻ ബേബി, മറ്റൊന്ന് കരുൺ നായർ. നമുക്ക് അറിയാം കരുൺ, ഞാനൊന്ന് കരുണിലേക്ക് പോവുകയാണ്. കരുൺ, എത്രമാത്രം ഒരു സന്തോഷത്തിലാണ് ഉള്ളത്? ഫൈനലിലാണ് നമ്മൾ നിൽക്കുന്നത്. എതിർ ടീം നമുക്കറിയാം, നമ്മുടെ സ്വന്തം ടീമും കൂടിയാണ്. അപ്പോൾ കരുണിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? നമ്മളെല്ലാവരും സന്തോഷത്തിലാണ്. ബിക്കോസ് 2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫൈനലിൽ വന്നുകൊണ്ടിരിക്കുക. ലാസ്റ്റ് വരെ ആയില്ല, ജയിക്കാനായില്ല. സോ ഈ വർഷം അത് തന്നെ ആലോചന ഉണ്ട്. ദാറ്റ് ലാസ്റ്റ് ഇയർ എന്തൊക്കെ മിസ്റ്റേക്ക് നമ്മൾ ചെയ്തോ അത് ആ സെയിം മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല. ആൻഡ് നമ്മുടെ ഈ സീസൺ നമ്മൾ എങ്ങനെ കളിക്കുന്നതെന്ന് അങ്ങനെ ആലോചിച്ച് സെയിം രീതിയിൽ കളിക്കാൻ ആലോചിക്കുക, അത്രേ ഉള്ളൂ. ആൻഡ് നമ്മുടെ ടീം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ബാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല അറ്റ്മോസ്ഫിയറാണ്, പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ്. സോ വി ആർ എന്തോ പറയുന്നത്, കോൺഫിഡൻ്റ് ആണ്. ആൻഡ് ജസ്റ്റ് പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ കളിക്കാൻ നോക്കി. ആൻഡ് നമ്മുടെ പ്രോസസ് ഫോളോ ചെയ്ത് കളിക്കാൻ നോക്കി. എതിരാളികളെ എങ്ങനെയാണ് കരുൺ കാണുന്നത്? എതിരാളി ഒബ്വിയസ്ലി ഫൈനലി എത്തുവാണെങ്കിൽ നല്ലതായിട്ട് കളിച്ചിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. സോ ആ ഒരു കോമ്പറ്റേറ്റീവ് ആൻഡ് റെസ്പെക്റ്റ് കാണും അമങ്സ്റ്റ് 2 ടീമും. സോ ഒബ്വിയസ്ലി ഫുൾ ഇന്ത്യയിൽ 2 ടീം വരുവാണെങ്കിൽ അത് നല്ല കളിച്ചിട്ടേ വരാൻ ഒക്കത്തുള്ളൂ. അങ്ങനെ സോ ഒബ്വിയസ്ലി നല്ല മാച്ച് ആയിരിക്കും ആൻഡ് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. ആൻഡ് വെരി എക്സൈറ്റഡ് ടു ഗെറ്റ് ഓൺ ദ ഫീൽഡ് ടുമോറോ. ഞാൻ സച്ചിനിലേക്ക് പോയിട്ട് ഒന്നുകൂടെ പെട്ടെന്ന് കരുണിലേക്ക് വരാം. ഇപ്പൊ കരുൺ പോകരുത്. അതായത് സച്ചിൻ, ഈ സാധാരണഗതിയിൽ നിങ്ങൾ മലയാളത്തിൽ തന്ത്രങ്ങൾ പറയും, മറ്റ് ടീമുകൾക്ക് ആളെ മനസ്സിലാവില്ല. പക്ഷെ ഇത് അങ്ങനെ പറ്റില്ല. കരുൺ അപ്പം തന്നെ അത് പിടിച്ചെടുത്ത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അതെ അതെ, കാരണം നമ്മള് കുറച്ച് മിസ്സാണ്. ഈ കരുൺ നമുക്കും കളിക്കേണ്ട ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ വെറുതേക്ക് പോയി. ബട്ട് സ്റ്റിൽ നമ്മള് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അപ്പോൾ കർണാടക കളിക്കുമ്പോഴും നമ്മൾ ആ ഒരു കോമ്പറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിലും കരുൺ അപ്പുറത്തെ ടീമിലുള്ളത്, കാരണം അതല്ലോ മലയാളം സംസാരിക്കുമ്പോഴത്തേക്ക് എവിടെ പുറത്ത് മലയാളത്തിൽ സംസാരിക്കുമ്പോഴും ആ ഒരു രസമാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു മാച്ചിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും നമ്മുടെ പയ്യനല്ലേ, അവനൊന്ന് തിരിച്ച് പറഞ്ഞു കൊടുക്കില്ല. കരുണിന്റെ എതിരാളി എങ്ങനെയാണ് കാണുന്നത്? ഈസ് എ ടോപ്പ് ബാറ്റ്സ്മാൻ. നമുക്കറിയാം, റൺസ് തന്നെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം ഒരു ടോപ്പ് നോച്ച് ബാറ്റ്സ്മാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ വിക്കറ്റ് എടുക്കണം. നമുക്ക് വിദർഭേനെ നമുക്കൊരു പ്രഷറിലാക്കണം. ഓക്കെ, കരുണ്, വ്യക്തിപരമായി കേരള ടീം ഫൈനലിൽ എത്തിയത് വലിയ സന്തോഷം നൽകുന്നുണ്ടോ? ഭയങ്കരമായിട്ടും സന്തോഷമുണ്ട്. ബിക്കോസ് ഒബ്വിയസ്ലി ഇത്ര 3-4 വർഷമായിട്ട് നല്ല ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ടീം. ആൻഡ് എല്ലാ ടീമും ട്രൈ ചെയ്യുന്ന ഫൈനലി വരാൻ. ഒരു സീസൺ തുടങ്ങുമ്പം എല്ലാവരും ഫൈനലിൽ വരണം, ജയിക്കണം, ട്രോഫി ജയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നു എല്ലാവരും. സോ ഒബ്വിയസ്ലി അവർക്കും ഭയങ്കര എന്താണെന്ന് വെച്ചാൽ സന്തോഷം കാണും. ഇത്രയും വലിയ സ്റ്റേജ് വന്ന് കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. സോ അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, നമ്മളും ഭയങ്കര എക്സൈറ്റഡാണ്. ആൻഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും അവരുടെ സ്കിൽ സെറ്റ് കാണിക്കാനും. ആൻഡ് ഈ വലിയ സ്റ്റേജിൽ കളിച്ച് നമ്മുടെ ടീമിനെ ജയിപ്പിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഞാൻ എന്തോ എൻ്റെ ആലോചനയിൽ ഒബ്വിയസ്ലി കേരള ഭയങ്കര നല്ലതായിട്ട് കളിച്ചിട്ട് വന്നിരിക്കുക ഇവിടെ. ആൻഡ് ആ ഒരു റെസ്പെക്റ്റ് കാണും നമ്മളായിട്ടും, അവർക്കും നമ്മളായിട്ട് കാണും. ആൻഡ് നമ്മുടെ സൈഡിൽ നിന്നും അവർക്ക് കാണും. സോ ഒബ്വിയസ്ലി നല്ല മാച്ച് ആയിരിക്കും. കരുണിന്റെ പ്രകടനം കാണുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു നിരാശയാണ്. ദേശീയ ടീമിൻ്റെ കുപ്പായത്തിൽ കരുണിനെ പലപ്പോഴും കാണുന്നില്ല എന്നുള്ളൊരു നിരാശയുണ്ട്. എപ്പോഴെത്തുമെന്ന് ചോദിച്ചാൽ കരുൺ വലിയ പ്രതീക്ഷയോടെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എന്താണ് ഇപ്പം എൻ്റെ ഒരു പ്രതീക്ഷ ഇതേ ഉള്ളൂ, ദാറ്റ് ഈ മാച്ച് ജയിക്കണം. ആൻഡ് രഞ്ജി ട്രോഫി കപ്പ് നമ്മുടെ ടീമിന് വരണം. ആൻഡ്
ആ മാച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം എന്തോ നടക്കാൻ പോകുന്നതെന്ന്. ബട്ട് ഇപ്പോഴത്തേക്ക് ഈ മാച്ച് നല്ലതായിട്ട് കളിക്കണം, ടീമിനെ ജയിപ്പിക്കണം. വയനാട് നിൽക്കുമ്പോഴാണ് കരുണിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വിളി വന്നത്, വയനാട് കളിക്കാൻ എത്തിയപ്പോഴാണ്. അപ്പോൾ ആ തരത്തിൽ കൂടി കേരളം ഒരു പ്രിയപ്പെട്ട സ്ഥലമാണ്. ഫോർ ഷുവർ, ആൻഡ് ഹോപ്പ്ഫുള്ളി ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. കേരളമായിട്ട് കളിച്ചിട്ട് റൺ സ്കോർ ചെയ്ത് ജയിപ്പിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ ടീമിൽ വരാമെന്നൊരു ആലോചന ഉണ്ട്. നാട്ടിൽ വരാറുണ്ടോ? അടുത്ത് വന്നിരുന്നോ? വരാറുണ്ട്. ചെങ്ങന്നൂരിലാണ് വീട്. ആൻഡ് എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ വരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അമ്മയും അച്ഛനും വന്നുകൊണ്ടിരിക്കും. എവറി 2-3 months അവർ പോയിക്കൊണ്ടിരിക്കും അവരുടെ വീട്ടിലോട്ട്. സോ എനിക്ക് ഇതുവരെ ഈ വർഷം അറ്റ്ലീസ്റ്റ് സമയം കിട്ടിയിട്ടില്ല, ബിക്കോസ് കണ്ടിന്യൂസ് ആയിട്ട് മാച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ ഫോർ ഷുവർ പോകും. ഇടക്കാറുമുള്ള വള്ളസദ്യക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം മുൻപ്. കുറച്ചാൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനെപ്പറ്റി ഇപ്പം സംസാരിച്ചിട്ട് കാര്യമില്ല. ആൻഡ് ഒബിയസ്ലി നാളത്തെ മാച്ച് ഭയങ്കര. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. കാരണം കഠിനാധ്വാനത്തിലൂടെയാണ് വിദർഭ എത്തിയത്, കരുൺ എത്തിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളം ജയിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് നല്ല ക്രിക്കറ്റ് ജയിക്കട്ടെ, ഒപ്പം കരുണിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ഇന്ത്യൻ കുപ്പായത്തിൽ കരുണിനെ ഞങ്ങൾ അധികം വൈകാതെ കാണട്ടെ എന്ന് പറയുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, കരുൺ നായരാണ് നമുക്കൊപ്പം ചേർന്നത്. ബിബിൻ ജെയിംസിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.